Hello, good afternoon. Good afternoon. Anula, good afternoon, പറയാ. സൗണ്ട് ഓണാണല്ലോ, ആരും പറയുന്നില്ലല്ലോ. Yes. Good afternoon. Akshara, Vejika. Good afternoon. അങ്ങനെ തമ്മിലുള്ളൂ. Good afternoon. Good afternoon. So let's start. Before starting, wishing you a prosperous new year, wonderful new year. Okay. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ള അനുഗ്രഹം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ. കാരണം നമ്മളൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ്, പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി തീർന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സ്, നിങ്ങളുടെ ലൈഫ് അച്ചീവ്മെന്റുകളൊക്കെ ഉണ്ടാകട്ടെ. നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ആ പ്രതീക്ഷകളോടുകൂടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് അല്ലെ. 2025 നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു മൂലക്കല് നമ്മൾ പാകി. ഇനി അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇയറിലാണ്. അപ്പൊ അതിനൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. സോ നമുക്ക് തുടങ്ങാം. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ന്. തോന്നുന്നു ചിലപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിരിക്കാം അല്ലെ. ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നോ? ഒത്തിരി പേരുണ്ടായിരുന്നു ഇന്നലത്തെ ക്ലാസ്സില്. പറഞ്ഞേ, എല്ലാവരും പറയൂ. എന്തൂല കേൾക്കണല്ലേ പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? 5-6 പേര് ഇന്നലെ ഉണ്ടായുള്ളൂ. അപ്പൊ അവരെല്ലാവരും ഒരു നിയമവും കൂടൊക്കെ മാറി വരട്ടെ അല്ലെ. യെസ്, ഓക്കെ. സോ നമ്മൾ എവിടെ വരെ എടുത്തു എന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇനി വരെ എടുത്തു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയെന്ന് ആർക്കെങ്കിലും പറയാമോ? ആക്ട്സ് ഓഫ് ഡിസിപ്ലിൻ ആണോ ഇൻഡിസിപ്ലിൻ ആണോ? ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ അല്ലേ? ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രവർത്തികൾക്ക് ചില ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. എല്ലാ പോയിന്റും പറഞ്ഞല്ലോ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, 2 പ്രാവശ്യമൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. വാട്ട് ആർ ദ കോസസ് ഓഫ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ? എന്താണ് ഇതിന് കാരണം? ഇതുപോലെയുള്ള ഇൻഡിസിപ്ലിൻ, അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മര്യാദയോടുകൂടി പെരുമാറാതിരിക്കുക, അവമര്യാദയായിട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിൽ പ്രകടമാക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്? അതിന്റെ റീസൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഒന്നാമത്തേത്, സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. Stiff and conventional practices of the organization. Sometimes the organization may follow some strict or traditional practices which are not to be followed by the employees. അതായത് ചിലപ്പോഴൊക്കെ ബിസിനസ് ഓർഗനൈസേഷന്റെ പഴഞ്ചൻ രീതികൾ, ഇത് പന്നാക്ക് അല്ലെങ്കിൽ പഴയത് പരശുരാമന്റെ കാലത്തുള്ളതെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു ഇതുപോലെ പറയാറുണ്ട് അല്ലെ. അത് ഇപ്പോഴും മറ്റേ പണ്ടത്തെ രീതി അവലംബിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെയുള്ള ചില രീതികൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക, അങ്ങനത്തെ ചില റൂൾസ്, അങ്ങനത്തെ ചില റെഗുലേഷൻസ്, അങ്ങനത്തെ ചില
ഡിസിപ്ലിൻ പോളിസീസ് എംപ്ലോയീസിനോട് ഫോളോ ചെയ്യാൻ പറയുക. അങ്ങനെയുള്ള ചില എന്താ പറയാ ഒത്തിരി പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഇതൊക്കെ ഇന്ത്യയൊക്കെ കാലഘട്ടം കഴിഞ്ഞു ഇതൊക്കെ മാറ്റേണ്ട സ്ഥിതി സമയമൊക്കെ കഴിഞ്ഞു. അത്തരം ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എംപ്ലോയീസിനോട് അതൊക്കെ ചെയ്യാനായിട്ട് പറയുക. അത്തരം ചില കാര്യങ്ങളൊന്നും ചിലപ്പോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ എംപ്ലോയീസിന് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊരു കാരണമാണ്. ഇതുപോലെയുള്ള സ്ട്രിക്റ്റ് ആൻഡ് ഓൾസോ കൺവെൻഷണൽ പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദ ഓർഗനൈസേഷൻ. പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു രീതി പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരും അല്ല, ചില ബിസിനസ് നമുക്കറിയാം. നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കാലത്തിനനുസരിച്ച് കോലം മാറണം. ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന പ്രോവർബുകളാണ്, പഴഞ്ചൊല്ലുകളാണ്. എന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും വരാം. ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഫോളോ സം ട്രഡീഷണൽ പ്രാക്ടീസസ്. അതായത് ഒത്തിരി മാറ്റങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾക്ക് ചില കാര്യങ്ങളിൽ, എല്ലാത്തിലും അല്ല, ചില കാര്യങ്ങളിൽ ഇങ്ങനെ മാറ്റമില്ലാതെ അങ്ങനെ തന്നെ കൊണ്ടുവരിക. അത് എംപ്ലോയീസിനോട് എന്നിട്ട് ഫോളോ ചെയ്യാൻ പറയാം. അപ്പൊ ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടമായി വരില്ല. അപ്പൊ അങ്ങനെയുള്ള ചില എന്താ പറയാ പ്രാക്ടീസസ്, കുറെ കടും പിടുത്തങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫ്ലെക്സിബിൾ ജോബ്, ഇതൊക്കെ അത് ഉദാഹരണമായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഫ്ലെക്സ് എന്താ പറയാ എപ്പോഴും ഇന്ന ജോലി തന്നെ, അല്ലെങ്കിൽ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് സമയത്തിന്റെ ഇത് മാറ്റുക, വർക്ക് ടൈം ടേബിൾ മാറ്റുക, ഇതൊന്നും ചിലപ്പോ ഈസിലി വിച്ച് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ബൈ ദ എംപ്ലോയീസ്. എളുപ്പം അവർക്ക് അതൊന്നും ടേക്ക് ചെയ്യാം എംപ്ലോയീസിന്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, അവരൊക്കെ അത്തരം വയലേഷൻസ് റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉണ്ടാകും. സോ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസസ്, കൺവെൻഷണൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് പ്രാക്ടീസസ് എംപ്ലോയീസിന്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് ഫോളോ ചെയ്യാനുള്ള എന്താ പറയാ പറ്റില്ല. അതിന് ഒരു എന്താ പറയാ എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറും, ആ റൂൾസ് തെറ്റിക്കും. ഇതൊക്കെ ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിലേക്ക് ആയിരിക്കും നയിക്കുക. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് വൺ മനസ്സിലായോ? ഈ പോയിന്റുകളുടെ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ബോൾഡായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്ത് നോക്കി വേറെ പറയാം. What are the causes of indiscipline? ഇൻഡിസിപ്ലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ബൈ ദ ഓർഗനൈസേഷൻ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ? അത് 5 പേരുള്ളൂ, വേഗം പറയൂ. ക്ലിയർ ആയോ? 5 പേരുള്ളൂ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ടെക്നിക്കൽ വിഭാഗം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനാണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, അൺഫെയർ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ കാരണം എന്താ? ഇനിയും എംപ്ലോയീസിന്റെ ഇടയിൽ ഇതുപോലെയുള്ള ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കോണ്ടക്ട് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല എംപ്ലോയീസിനെ ഒരു തരം എംപ്ലോയീസിനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുക. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും എന്താ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിലല്ല, പണ്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള അടിമവേല ചെയ്യിപ്പിക്കുന്ന രീതിയിലും ഒക്കെയാണ് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. പക്ഷെ ഇതൊന്നും ഇന്ന് ആപ്ലിക്കബിൾ അല്ല. ഇന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നടത്താനും പറ്റില്ല. പക്ഷെ എങ്കിലും ചില സാഹചര്യങ്ങളിൽ എംപ്ലോയീസിനെ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനകൾ കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുക്കാതിരിക്കുക. എംപ്ലോയീസിനെ മാക്സിമം അവരെ കൊണ്ട് മാക്സിമം ചൂഷണം ചെയ്യുന്ന രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാം. സോ ഇറ്റ് ഈസ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതും ഒരു മിസ്കോണ്ടക്റ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ. എന്താ പറയാ, ചില ആൾക്കാർക്ക് കൊടുക്കുന്ന കൂലി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ മറ്റൊരാളിൽ വ്യത്യസ്തമായിട്ട് ഇവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു 1000 രൂപ മറ്റൊരാൾക്ക് കൂടുതൽ കൊടുക്കുക. കണ്ടോ? അതൊരു അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ശരിയായ രീതിയിൽ എല്ലാവരെയും പരിഗണിക്കാതെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, പലരോടും പല രീതിയിലാക്കുക, പെരുമാറുക. അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസിന്റെ ഇടയിൽ പാടില്ല. പിന്നെ പ്രൊമോഷൻ നൽകുന്ന കാര്യത്തില് ചിലർക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെങ്കിൽ കൂടി പല പല കാരണങ്ങൾ അത് നിഷേധിക്കപ്പെടുന്നു. മറ്റുള്ളവർക്ക് അർഹതയില്ലായെങ്കിൽ കൂടി എന്താ പറയാ അവർക്ക് ചിലപ്പോൾ കൊടുക്കുന്നു. കണ്ടോ? അപ്പൊ അൺഫെയർ ആയിട്ട് എല്ലാവർക്കും ജോബ് അസൈൻ ചെയ്യുന്ന കാര്യത്തില് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് അവർ ചെയ്യുന്നില്ല, അത് ഇതെന്ന് പറഞ്ഞ് കുറ്റക്കുറവ് പറയുക. ഇതൊക്കെ മേ ബി ഇതെല്ലാം എന്ത് ചെയ്യും, ഇത് അൺഫെയർ ആയിട്ടാണ് എംപ്ലോയീസിന് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, അവരെ മിസ്കോണ്ടക്റ്റിലേക്ക് നയിക്കും. എന്നോട് ശരിയായ രീതിയിലല്ല എന്റെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ ഓർഗനൈസേഷനോടുള്ള കമ്മിറ്റ്മെന്റ് കുറയും, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറ്റും, ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്യില്ല. കാരണം എന്താ, എന്നോട് ഈ രീതിയിലാണ് കാണിക്കുന്നത്. സോ വൈ ഷുഡ് ഐ, ഞാൻ പിന്നെ എന്തിനാണ് അത്രയധികം കമ്മിറ്റഡ് ആയിട്ട് ഭയങ്കര ആത്മാർത്ഥതയൊക്കെ കാണിച്ച് എന്തും ജോലി ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. മനസ്സിലായോ? സോ അൺഫെയർ ട്രീറ്റ്മെന്റും ഒരു ഇൻഡിസിപ്ലിന് കാരണമാണ്. ക്ലിയർ ആണോ? അൺഫെയർ ട്രീറ്റ്മെന്റ് മനസ്സിലായോ?
മനസ്സിലായോ? പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പോയിന്റുകളുടെ നമ്പർ ഇട്ടിരിക്കുന്ന പോയിന്റ് മാത്രം. പ്രോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. ബാക്കിയൊക്കെ വായിച്ചു നോക്കാൻ നന്നായിട്ട്. മനസ്സിലാകണ്ടോ നോക്കുക. അർത്ഥം മനസ്സിലാകണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. പോയിന്റുകൾ മാത്രം ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി. അടുത്തത് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട്. ഇനി ശരിയായ രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ലാതിരിക്കുക. എന്താണ് കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്? കോഡ് ഓഫ് കോണ്ടാക്ട് ഈസ് ദ practices which guides the workers to analyze the discipline and also undisciplined behavior. ഏതാണ് ഡിസിപ്ലിനറി ആക്ഷൻസ്, എന്തൊക്കെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ടത് എന്ന് എംപ്ലോയീസിനെ ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ ബോധവതികളാക്കുക. അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത് എന്താണ്? അപ്പൊ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ഡിസിപ്ലിൻഡ് ആയിട്ട് എന്താ പറയാ എംപ്ലോയീസ് പെരുമാറാൻ അവരെ നയിക്കുന്ന കുറെ കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത്. ഇപ്പൊ ഈ ബിസിനസ് ഓർഗനൈസേഷന് we have to follow some code of conduct. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് നമുക്ക് ചില രീതികളൊക്കെ പറഞ്ഞു വെച്ച് തന്നിട്ടുണ്ട്. സോ നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, നമ്മൾ റെസ്പോൺസിബിൾ ആണ് ആ ഒരു കടമ നിർവഹിക്കാനായിട്ട്. അല്ലാതെ ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്യാതെ തോന്നിയ രീതിയിൽ വരികയും പോവുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെതായ ഒരു പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ല. തോന്നിയ പോലെ ആവട്ടെ എന്നുള്ള രീതിയാക്കും. ആ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയീസിന് അത് ഫോളോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്നതൊക്കെ ഡിസിപ്ലിന് അനുകൂലമായതാണ്, ഇതൊക്കെ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രവർത്തികളാണ് എന്നവർക്ക് എന്താ പറയാ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. സോ ദ എംപ്ലോയീസ് അങ്ങനെയാണെങ്കിൽ ദ എംപ്ലോയീസ് മസ്റ്റ് നോ what are the code of conduct. അപ്പൊ ഓർഗനൈസേഷന്റെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യണം, ഇത്തരം കോഡ് ഓഫ് കോണ്ടാക്ടുകൾ എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എനിക്ക് ഇവിടുത്തെ രീതികൾ എന്താണെന്ന് എനിക്ക് അറിയണം അല്ലെ, ആ അറിഞ്ഞാലേ എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കില്ല. ചിലപ്പോ അയ്യോ ഇത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇവിടെ ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോ every organization's superiors have to communicate all the code of conduct to the employees. Employees അവിടെ ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും ഒരുപോലെ അത്തരം കാര്യങ്ങൾ രീതികളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. And if some employees make some faulty code of conduct, ഇനി അവർക്ക് code of conduct ഒക്കെ വിരുദ്ധമായിട്ടൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ പ്രവർത്തിക്കും. ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇന്നത് ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യമുണ്ട്, ഇത് തെറ്റാണ്, ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ പറ്റിയതല്ല എന്നവർക്ക് അറിയില്ലാത്തതായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് അതുപോലെ അറിയാണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താനൊക്കെ ഇത് സഹായിക്കും. അപ്പൊ കോഡ് ഓഫ് കോണ്ടാക്ട് ഈസ് ദ തിങ് വിച്ച് ഗൈഡ്സ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യുകയാണ് ശരിക്കും. നല്ല രീതിയിലൂടെ, നല്ല മാർഗത്തിലൂടെ, നല്ല കാര്യങ്ങൾ ചെയ്ത്, അതായത് കമ്മിറ്റ്മെന്റോടെ, സമയമൊക്കെ വെറുതെ ആവശ്യമില്ലാതൊക്കെ നശിപ്പിച്ച് കളയാതെ മാക്സിമം അത് ഓർഗനൈസേഷന്റെ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന എംപ്ലോയീസ്. അപ്പൊ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും അവർക്ക് അതിന് എന്താണ്, ഒരു അലേർട്ടാണ്, ഒരു ജാഗ്രത കൂടിയാണ്. ക്ലിയർ ആയോ? ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോണ്ടാക്ട്. അപ്പൊ നല്ല രീതിയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടും എന്തുണ്ടാകാം, മിസ്കോണ്ടാക്ട് ഉണ്ടാകാം. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്ലിയർ ആണ്? വേഗം വായിച്ചു. മൂന്നാമത്തെ പോയിന്റ് കുറച്ച് ലെങ്തി പോയിന്റ് ആയതുകൊണ്ടാണ് വന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞത്. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്റ്റും എന്തിലേക്ക് നയിക്കും, മിസ്കോണ്ടാക്റ്റിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഗ്രീവൻസ് റിഡ്രസലാണ് അല്ലെ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. എംപ്ലോയീസിനുണ്ടാകാവുന്ന പല തരത്തിലുള്ള പരാതികള്, അവരുടെ സംതൃപ്തി കുറവ്, താല്പര്യക്കുറവ്, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഐഡന്റിഫൈഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അങ്ങനെയുള്ള പരാതികളോ താല്പര്യക്കുറവോ എന്തൊക്കെയാണ്, എംപ്ലോയീസിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യക്കുറവ് വരുന്നു, സംതൃപ്തി കുറവ് വരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തണം. പക്ഷേ if there is no proper grievance redressal procedure in an organization, it will lead to a type of misconduct. തീർച്ചയായിട്ടും അത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു എംപ്ലോയീസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പരാതികളും പരിഭവങ്ങളുണ്ട് നമ്മുടെ മാനേജ്മെന്റിനെതിരായിട്ടോ
അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അഗേൻസ്റ്റ് ആയിട്ടോ ഉണ്ട്. പക്ഷെ നമ്മളത് കണ്ടില്ല എന്ന് നിർത്തി കണ്ണും കൂട്ടിയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അത് കണ്ടെത്തുക, മനസ്സിലാക്കുക, അതിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഓർഗനൈസേഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും കൊണ്ടുവരിക. മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പോ കുറെ കാര്യങ്ങളുണ്ട്, എന്താ പറയാ, ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ സന്തോഷത്തോടെ ചെയ്തു തീർക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട്. നമ്മളത് മാനേജ്മെന്റിനെ അറിയിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവരത് അറിഞ്ഞിട്ടും ശരി ഓക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് മാത്രം അവരെ തള്ളി മാറ്റി മുന്നോട്ട് പോകുകയാണെന്ന് വിചാരിക്കാം. കുറെ കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളത് കുറച്ച് പ്രാവശ്യം ആവർത്തിച്ച് അവരോട് വീണ്ടും നമ്മളവരെ എന്താ പറയാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നിട്ടും കുറെ കാര്യം കഴിഞ്ഞിട്ട് ഒന്നും ഇതിനകത്ത് യാതൊരു സൊല്യൂഷനും ഇല്ല. അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര നാളായി നമ്മളിപ്പോ പറയുന്നു, നമ്മൾ പറഞ്ഞു മടുത്തു തോറ്റു, നമ്മൾ പറയുന്നില്ല. പിന്നെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലായ്മയോടെ ചെയ്യുന്ന പ്രവർത്തിയായിരിക്കും. ഈവൻ അവരുടെ കൊടുത്തിരിക്കുന്ന ജോബ് പെർഫോമൻസ് ആയിക്കോട്ടെ, ചെയ്യുന്ന ജോലിയിലും അത് റിഫ്ലക്ട്. ഞാൻ എന്തിനീ കിടപ്പിച്ചാവണം അല്ലെ? ഇത്രയും ആത്മാർത്ഥതയോടെ ഞാൻ ജോലി ചെയ്തിട്ട് നമ്മളുടെ എംപ്ലോയീസിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാനേജ്മെന്റ് ഈസ് നോട്ട് ടേക്കിംഗ് എനി ഡിസിഷൻ. അതിനുള്ള തീരുമാനം മാനേജ്മെന്റ് എടുക്കുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇത്രയൊന്നും വേണ്ട, അത്രയും കമ്മിറ്റ്മെന്റ് വേണ്ട, അത്രയും ആത്മാർത്ഥത വേണ്ട എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പോകും. പിന്നെ മാത്രമല്ല, അത് ചിന്തിക്കുക മാത്രമല്ല ചെയ്യുക, അത് ജോബ് പെർഫോമൻസിൽ കാണിക്കും. ഇത്രയൊക്കെ എടുത്താൽ മതി, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത് ഈ സമയത്തൊക്കെ എനിക്ക് വരാൻ പറ്റുള്ളൂ. കണ്ടോ? ആ ഒരു രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യത. അപ്പൊ ഒരു പ്രോപ്പർ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം എന്തെങ്കിലും എംപ്ലോയീസ് കൃത്യമായിട്ട് അവരവരുടെ കാര്യങ്ങൾക്ക് അവരെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലുള്ള ആക്ടുകളായിരിക്കും, ജോലിയായിട്ടും അവർ പെർഫോം ചെയ്യാം. അതേസമയം അതില്ല എങ്കിലാണ് എന്ത് ചെയ്യുക? ഗ്രീവൻസിലേക്ക്, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എംപ്ലോയീസ് പോകുന്നത്. ക്ലിയർ ആയോ? ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? യെസ്. അടുത്തത് ഇൻഇഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഇൻഇഫക്റ്റീവ്, വളരെ കാര്യക്ഷമമില്ലാത്ത അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലാത്ത കുറെ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് പ്രൊസീജിയേഴ്സും നമുക്കറിയാം. ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള എംപ്ലോയീസ് ആ പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ ഒരു ഇൻഇഫക്റ്റീവ് ആയിട്ട്, ഒരു കാര്യക്ഷമതയില്ല, ഒരു തളർന്നൊടിക്കാൻ പറ്റില്ല, ഇഫക്റ്റീവ് അല്ലാത്ത, എഫിഷ്യന്റ് അല്ലാത്ത ഹ്യൂമൻ റിസോഴ്സ് പോളിസിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് യാതൊരു രീതിയിലും എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യില്ല. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പോളിസി ആണെങ്കിൽ ഇറ്റ് വിൽ കൺട്രോൾ ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ കൺട്രോൾ ദ എംപ്ലോയീസ് ഫ്രം ദെയർ മിസ്കോണ്ടക്ട്. ഇതുപോലുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യാൻ, മിസ്കോണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ അവരെ അത്തരം പ്രവർത്തികളിൽ നിന്നൊക്കെ അവരെ എന്ത് ചെയ്യും? പിന്തിരിപ്പിക്കും. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പോളിസി ആണെങ്കിൽ നല്ല പോളിസീസ് കൊണ്ടുവരും. ഇഫക്റ്റീവ് അല്ലാത്തതാണെങ്കിൽ അതനുസരിച്ച് പോരായ്മകൾ ആർക്കുണ്ടാകും? എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മിസ്കോണ്ടക്ട് ചെയ്യാം, അത് കണ്ടുപിടിച്ചു, ഓക്കെ, അതിന് അഗേൻസ്റ്റ് ഇത് ഇന്നതാണ്, ഇത് ശരിയല്ല, ഇത് ഇവിടുത്തെ റൂൾസിന് അഗേൻസ്റ്റ് ആണ് എന്നുള്ള വാർണിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ എംപ്ലോയീസിന് മനസ്സിലായി ഇത് തെറ്റാണ്. അപ്പൊ അവർ അലേർട്ട് ആയിരിക്കും, എപ്പോഴും അവർക്ക് ജാഗ്രതയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് അവർക്ക് മാത്രമല്ല ബാക്കിയുള്ള എംപ്ലോയീസിനും കൂടി ഒരു വാർണിംഗ് ആണ്. നമ്മളും അത്തരം സാഹചര്യത്തിൽ പെട്ടാല് നമ്മളത് ചെയ്യാൻ പാടില്ല, അത് അഗേൻസ്റ്റ് ഓഫ് ദ റൂൾസ് ആണ്. സോ വി ഹാവ് ടു ഗോ ബാക്ക്, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ചിന്ത വരും. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് എന്ത് ചെയ്യും? ഇതുപോലെയുള്ള മിസ്കോണ്ടക്റ്റിൽ നിന്ന് എംപ്ലോയീസിനെ പിന്തിരിപ്പിക്കാൻ, അവരുടെ മിസ്കോണ്ടക്ട് പ്രവർത്തികളെ റെഡ്യൂസ് ചെയ്യാൻ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള HR പോളിസീസ് ആണെങ്കിൽ. പക്ഷെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള HR പോളിസീസ് ആണെങ്കിൽ it will lead the employees to indiscipline and misconduct. തീർച്ചയായിട്ടും അവരെ ഇൻഡിസിപ്ലിനിലേക്കും മിസ്കോണ്ടക്റ്റിലേക്കും ആയിരിക്കും നയിക്കുക. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി എന്ന് പറയുന്ന തമ്പ് കാണാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ലാഗ് ചെയ്ത് നോക്കിയിരിക്കുന്നത് കേട്ടാ. കാരണം ആരെങ്കിലും ഒന്ന് തമ്പെങ്കിലും കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാൻ. യെസ്, ഓക്കെ. അടുത്തത് പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ്. ഇനി പെസിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കേട്ടോ എന്താ? ഒപ്റ്റിമിസ്റ്റിക് എന്താ നമ്മള് ശുഭാപ്തി വിശ്വാസം എന്ന് വെച്ചാൽ എല്ലാം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അത്
പോസിറ്റീവായിട്ട് എടുക്കുക. ചില ആൾക്കാരുണ്ട് എപ്പോഴും നെഗറ്റീവ് അടിക്കും. ചില എംപ്ലോയീസ് ഉണ്ട്, എന്താ പറയാ, എംപ്ലോയീസ് മാത്രമല്ല എല്ലാം വെച്ചിരും എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു കാര്യം പറയുമ്പോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അത് നല്ലതാണ്. കാരണം ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും, അതാണെങ്കിലും അത്തരം റിസ്കുകൾ ഏറ്റെടുക്കാൻ വളരെ എന്താ പറയാ അവയർനെസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷെ ചില ആളുകളുണ്ട്, ചില ഗ്രൂപ്പ് ഉണ്ട്, എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ കൊണ്ട് അത് സാധിക്കുമോ പറ്റുമോ കണ്ടോ, നെഗറ്റീവ് മൈൻഡിലേക്ക് പോകും. അപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പൊ മാനേജ്മെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് വിൽ റൂയിൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് തീർച്ചയായിട്ടും എന്താ പറയാ അവര് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്ത് പറയുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അതിനെ നെഗറ്റീവായി കാണുന്നു, അത് പറ്റില്ല, അത് നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു അണ്ടർ എസ്റ്റിമേഷൻ ചില എംപ്ലോയീസിന്റെ കാര്യത്തിൽ നിന്നുണ്ടാകും അല്ലെ. അപ്പൊ അത് മാനേജ്മെന്റിന്റെ ചിലപ്പോൾ നല്ല പ്രവർത്തികൾക്കായിരിക്കും അത് കൊണ്ടുവരാം. അപ്പൊ ഒരു ഗുഡ് ആക്ട് ഓഫ് ദ മാനേജ്മെന്റ് വിൽ ബി അണ്ടർ എസ്റ്റിമേറ്റഡ് ബൈ സച്ച് എംപ്ലോയീസ്. ഇത്തരം പെസിമിസ്റ്റിക് ആയിട്ടുള്ള എംപ്ലോയീസ് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ മാനേജ്മെന്റ് കൊണ്ടുവന്നപ്പോ ശരിയാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നെഗറ്റീവ് അടിച്ച് താഴ്ത്തി അതിന്റെ വിലയില്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് എന്ത് ചെയ്യും, മാനേജ്മെന്റിന്റെ എതിരായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എംപ്ലോയീസ് ഏറ്റെടുക്കൂല. അവര് അത് എന്താ പറയാ പുവർ പെർഫോമൻസിലൂടെ എന്താ പറയാ മര്യാദക്കൊന്നും ചെയ്യാതെ അത് ശരിയല്ല, ഇങ്ങനെയൊന്നും ചെയ്താൽ റിസൾട്ട് ഒന്നും ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവര് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല. ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് വളരെ ഇനീഷ്യേഷൻ ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് അത് ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും വില്ലിങ് ആകണം അല്ലെ. നമ്മുടെ ഫിസിക്കലും മൈൻഡിലും നമ്മളത് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. എന്നിട്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവര് എന്ത് ചെയ്യുന്നു, ഫിസിക്കലായിട്ട് ആക്ട് ചെയ്യില്ല. കാരണം എന്താ, പറഞ്ഞപ്പോഴേ തന്നെ നെഗറ്റീവ് പറയാ, ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ അത് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിശ്രമിച്ചാൽ അല്ലെ, നമുക്ക് എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോ അത് പോയിന്ന് വരും, കയ്യിൽ നിന്ന് പോയിന്ന് വരും. പക്ഷെ വി ഹാവ് ടു ഡു ഇറ്റ് ദ സെയിം തിങ്, വി ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഡ്രോപ്പ് ആയി പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ എങ്കിലും ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴോ നമുക്ക് അതിനൊരു പ്രാക്ടീസ് കിട്ടി. സോ വി ക്യാൻ ഡു ഇറ്റ് ബെസ്റ്റ്, നമുക്ക് അതിനെ നന്നായി ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ചില പെസിമിസ്റ്റിക് ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ പുവർ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മാനേജ്മെന്റിന്റെ ഗുഡ് ആക്ട് ആയിട്ട് തോന്നുക, നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയും. സോ ഇറ്റ്സ് ഓൾസോ എ റീസൺ ഫോർ മിസ്കോണ്ടക്ട്. അതും എന്താണ് മിസ്കോണ്ടക്ടിന് ഒരു കാരണമാണ്. പെസിമിസ്റ്റിക്കൽ പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ്. എംപ്ലോയീസും അതുപോലെ എംപ്ലോയിയുടെ യൂണിയൻ ഉണ്ട്, ട്രേഡ് യൂണിയൻകാർ, അവരുടെയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ധാരണകളാണ്. എങ്ങനെയുള്ള ധാരണയാണ്, നെഗറ്റീവ് ധാരണകളാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ, ആറാമത്തെ പോയിന്റ് ആണ് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. ആറാമത്തേതായിരുന്നു pessimistic perception of employees and employee union. And the next one is organization culture. ഇനി ഓർഗനൈസേഷൻ കൾച്ചർ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെയും ഓർഗനൈസേഷൻ കൾച്ചർ എല്ലാം ഒരുപോലെയല്ല. പല പല രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഓരോ ഓർഗനൈസേഷനുണ്ട്, അവരവരുടേതായ കൾച്ചർ ഉണ്ട്. ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓഫ് ദ എംപ്ലോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഓർഗനൈസേഷന്റെയും എന്താ പറയാ കൾച്ചർ അവിടുത്തെ എംപ്ലോയീസിനെ പല രീതിയിലും അത് സ്വാധീനിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് കൾച്ചേർഡായിട്ടുള്ള ഒരു സംസ്കാരം, ആ സംസ്കാരത്തിനോട് ഒന്നിച്ചു പോകാനായിട്ട് എംപ്ലോയീസ് എംപ്ലോയർമാരുടെ ഒപ്പം നിൽക്കും. എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ബോണ്ടിങ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പനി അത്തരം കാര്യങ്ങളിൽ എംപ്ലോയീസിനോട് ഒപ്പം നിന്ന്, എംപ്ലോയീസും അതുപോലെ തന്നെ എംപ്ലോയറുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇൻ സം കേസസ് ചിലപ്പോഴൊക്കെ ഒരു നെഗറ്റീവ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെസിസ്റ്റന്റ് ആറ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ എന്താ പറയാ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ വെച്ചാൽ വലിയ രീതിയിൽ അച്ചടക്കവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത എംപ്ലോയീസ് അവരിടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് അവര് എന്താ പറയാ മിസ്കോണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഓർഗനൈസേഷന്റെ ഒരു പീസ്ഫുൾ കൾച്ചർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ഒരു കൾച്ചറിനെ തകിടം മറിക്കാനായിട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കാം, അത്ര എംപ്ലോയീസ്. അതും ഒരു കാരണമാണ്. അതായത് അതൊരു ഗ്രൂപ്പ് ഉണ്ട്,
എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലായിടത്തും ഉണ്ട് അല്ലെ. എന്ത് കാര്യം എടുത്താലും അതിന് രണ്ട് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. ചില ആളുകൾ പോസിറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ നെഗറ്റീവിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെയുണ്ട്, എല്ലാത്തിനെയും നെഗറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട് അല്ലേ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല നിങ്ങളെ അവിടെ ഒന്നും. എല്ലാത്തിനും ചിലപ്പോ എന്ത് പറഞ്ഞാലും അതിനാദ്യം നെഗറ്റീവ് ആണ്. ഇത് നമുക്ക് ചെയ്താലോ, ഇത് ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അത് നമ്മളെ കൊണ്ട് പറ്റില്ല, അതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. കണ്ടോ, അതിനപ്പം തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ്, അത് ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഇടയിലുണ്ട്. സോ അത് വരുമ്പോ അത്തരം ആറ്റിറ്റ്യൂഡാണ് എംപ്ലോയീസിന്റെ എന്ത് ചെയ്യുന്നത്, അവരുടെ കൾച്ചറിന്റെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇല്ലാതാക്കുന്നത്, സമാധാനം കെടുത്തുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? ഓർഗനൈസേഷൻ കൾച്ചർ മനസ്സിലായോ? Okay, and the last point is lack of proper communication system. ഇനി ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തതും മിസ്കോണ്ടക്റ്റിലേക്ക് നയിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം, in an organization there should be a two-way communication system between employee and employer. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എപ്പോഴും ഒരു two-way communication system, റേഡിയോ പോലെ ആകരുതെന്ന്. റേഡിയോ ഒരു one-way communication system ആണ്. റേഡിയോയിലുള്ളത് പറയുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കാം. നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ there is no chance, നമുക്കൊരു രീതിയിലുള്ള സൗകര്യവും നമുക്ക് തിരിച്ചു പറയാനില്ല. മനസ്സിലായോ? അപ്പൊ റേഡിയോനെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈവൺ ഇഫ് ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്, ഈവൺ ഇഫ് അവർ ഒപ്പീനിയൻ ഈസ് അഗെയിൻസ്റ്റ് ഓർ നോട്ട്, നമ്മുടെ അതിനോടുള്ള അഭിപ്രായം തെറ്റോ അതിനോട് എതിരാണോ എന്നൊന്നും ഒരു കുഴപ്പമില്ല. കാരണം റേഡിയോ ഒന്നും തിരിച്ചു കേൾക്കില്ല, ഇങ്ങോട്ട് നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കും. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ the communication between the employer and employee should be two-way communication system. രണ്ട് രീതിയിലേക്കും അങ്ങോട്ട് എംപ്ലോയീസിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തുറന്ന് ഓപ്പൺ ആയിട്ട് പ്രോപ്പർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എംപ്ലോയറിലേക്ക് എത്തിക്കാം. എംപ്ലോയേഴ്സിന് എന്തെങ്കിലും എംപ്ലോയിയുമായിട്ട് കൈമാറാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു കൃത്യമായ സിസ്റ്റം വഴി അത് അവരെ അറിയിക്കുക അല്ലെ, പ്രോപ്പർ ചാനലിലൂടെ ഇടയ്ക്ക് വെച്ചിട്ട് അത് കട്ടായി പോകാതെ. നമ്മളിപ്പോ എംപ്ലോയീസിന് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, അവരോട് പറയുന്നു ഈ ഇൻഫർമേഷൻ ഷുഡ് ബി പാസ്ഡ് ടു ദ എംപ്ലോയീസിനെ അറിയിക്കണം എന്ന് പറയുന്നു. പക്ഷെ അത് അവിടേക്ക് എത്തുമ്പോഴേക്കും മുറിഞ്ഞ് ചിലപ്പോ അതിന്റെ പകുതി ഭാഗം മുഴുവൻ അവിടെ എത്തില്ല. നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ചില ഗെയിമുകൾ അല്ലെ, എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നു, ആക്ഷൻ ആദ്യത്തെ ആളെ കാണിച്ചു, അത് ഏറ്റവും ഫ്രണ്ടിലേക്ക് ആൾ അറിയുമ്പോഴേക്കും അതിന്റെ രൂപവും മട്ടും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തതിന്റെ കുഴപ്പമാണത് അല്ലെ. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വള്ളി പോലും വിടാതെ ഏറ്റവും മുമ്പിലെത്തിരിക്കുന്ന ആൾക്കാരിലേക്കും ആ കറക്റ്റ് ആയിട്ട് ആദ്യം ചെയ്ത കാര്യത്തെ കറക്റ്റ് ആയിട്ട് നമുക്കത് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷനും. എംപ്ലോയീസിന് ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു ദ എംപ്ലോയീസ്, അത് പ്രോപ്പർ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വഴി എംപ്ലോയീസിലേക്ക് എത്തിക്കുക. റെഗുലർ ഫീഡ്ബാക്ക് ഓൾസോ ഷുഡ് ബി ടേക്കൺ ഫ്രം ദ എംപ്ലോയീസ്. അത് ഓർഗനൈസേഷന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ഫീഡ്ബാക്കുകൾ എടുക്കുക. ഓരോ ദിവസം പറ്റുന്ന രീതിയിൽ ഇന്നത്തെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അത് അവിടുത്തെ കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം അങ്ങനെ തന്നെ കണ്ടോ, ഇവിടെ നമുക്ക് എംപ്ലോയീസിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് എംപ്ലോയേഴ്സിലേക്ക് എത്തിക്കുക. അപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. ആ ചാനൽ കറക്റ്റ് അല്ല എങ്കിൽ there will be disturbances between the employees and also it will lead to misconduct or misbehavior. അതേസമയം നല്ല രീതിയിലല്ല, ഈ ചാനൽ കറക്റ്റ് അല്ല, പ്രോപ്പർ വേ ഓഫ് കോണ്ടാക്ട് ഇല്ല എങ്കിൽ എന്ത് പറ്റും, എംപ്ലോയീസ് മിസ്ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുപോലെ മിസ്കോണ്ടാക്ടിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് ഓൾസോ എ കോസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കോണ്ടാക്ട്. മിസ്കോണ്ടാക്ടിന്റെ ഇൻഡിസിപ്ലിന് മറ്റൊരു കാരണം കൂടിയാണ് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ? മനസ്സിലായോ? എട്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിന് കാരണമാകുന്ന കാര്യങ്ങൾ കേട്ടോ. അതില് ഈ ലാസ്റ്റ് പോയിന്റില് എ പ്രോപ്പർ two-way communication system is very important in the company for the purpose of making employees knowledgeable about the future working of the company. ഒരു കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാനിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് എംപ്ലോയീസിനെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ആണ് two-way communication system എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തത് ആ ഒറ്റ സെന്റൻസ്.
രേഖപ്പെടുത്തിയോ? നെക്സ്റ്റ് മൂവിംഗ് ടു ദ അടുത്ത ടോപ്പിക് ആണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് അല്ലേ? ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ള. സ്റ്റൗ എന്താ? സ്റ്റൗ തന്നെ. ഇവിടെ അത് തന്നെയാണ് കേട്ടോ, നമ്മളുടെ അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെയാണ്. നല്ല ചുട്ടുപഴുത്ത സ്റ്റൗ. അതിന്റെ ഒരു നിയമം നമ്മുടെ ഈ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു കോറിലേഷൻ ആണ്. ഡിസിപ്ലിനും ഇതുപോലെ തന്നെ ഹോട്ട് സ്റ്റൗവും തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ് നമ്മളിവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഹോട്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ നല്ല തീ പിടിച്ച് ചൂട് പിടിച്ച് ഇങ്ങനെ തൊട്ടാ പൊള്ളുന്ന രീതിയിലുള്ള സ്റ്റൗ. സ്റ്റൗ അറിയാലോ, കത്തിയിരിക്കുന്ന ഒരു സാധനം. അതേത് സ്റ്റൗ ആയിക്കോട്ടെ, ഇൻഡക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റൗ ആയിക്കോട്ടെ, നമ്മുടെ കെറസിൻ സ്റ്റൗവോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവോ വടവർ ഇല്ലെങ്കിൽ സ്റ്റൗ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുകയാണ്. അതും ഈ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ആ ഒരു പ്രവർത്തികളും തമ്മിലൊരു പ്രത്യേക അഭേദ്യമായ ഒരു കോറിലേഷൻ ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ഒരു നിയമം എന്താണ്? See, for the proper functioning of an organization or the managers, ഏതൊരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ it should get the support from the workers or employees. അവിടെയുള്ള എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടണം അല്ലെ? മാനേജ്മെന്റ് കൃത്യമാകണമെങ്കിൽ ആ മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? തീർച്ചയായിട്ടും ആരുടെ സപ്പോർട്ട് വേണ്ടത്? എംപ്ലോയീസിന്റെ സപ്പോർട്ട് വേണം, വേണ്ടേ? എംപ്ലോയീസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് പോകില്ല. കാരണം മാനേജ്മെന്റ് കുറെ തീരുമാനങ്ങളെ കൊണ്ടുവരിക, അത് നടപ്പിലാക്കുന്നത് ആരാ? എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ആര് സപ്പോർട്ട് ചെയ്യണം? മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കണം. സോ ഒരു ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് മാനേജ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കണ്ടിന്യൂസ് ഓർ കോൺസ്റ്റന്റ് സപ്പോർട്ട് ഓഫ് ഇറ്റ്സ് സബോർഡിനേറ്റ്സ്. അവരുടെ സബോർഡിനേറ്റുകളുടെ മാനേജ്മെന്റിന്റെ താഴേക്കിടയിലുള്ള ബാക്കിയുള്ള ജോലിക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേക്കുന്നു. പക്ഷേ when sometimes the employees violates the disciplinary rules, ഡിസിപ്ലിനിൽ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഒക്കെ തെറ്റിക്കുക, ലംഘിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അറിയാമോ? മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് സം ആക്ഷൻസ്, ഡിസിപ്ലിനറി ആക്ഷൻസ് which create pain and also generate bitterness. അതായത് എന്നാൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ തെറ്റിച്ചാൽ, ലംഘിച്ചാൽ എന്ത് ചെയ്യും? മാനേജ്മെന്റ് നല്ല തക്കതായ നടപടികൾ സ്വീകരിക്കും. ആ തക്കതായ നടപടികൾ എന്തിലേക്ക് നയിക്കും? എംപ്ലോയീസിനെ വിഷമിപ്പിക്കും. അവർക്ക് മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിംഗ്, ഒരു എന്താ പറയാ, ഒരു കയ്പ് അവരുടെ മനസ്സിൽ തോന്നും. കാരണം എന്താ? ഒരു കയ്പ് തോന്നുക എന്ന് വെച്ചാൽ നല്ല ഒരു അവസ്ഥയല്ല. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് വയലേറ്റിംഗ് എനി റൂൾ, എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ കണ്ടോണ്ട് നിൽക്കാൻ മാനേജ്മെന്റിന് പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നിയമങ്ങൾ തെറ്റിച്ചാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. അതിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു നിയമം തെറ്റിച്ചു, മാനേജ്മെന്റ് പറയുന്നത് ടീച്ചർ അത് ചെയ്ത് ശരിയല്ല, സോ ടീച്ചർക്കെതിരെ ഇന്നൊരു ആക്ഷൻ എടുക്കാണ്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കും അല്ലെ? ഒരു നല്ല രീതിയിൽ നിന്നിരുന്ന ഒരു ഇത് മാനസികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകള്, നമുക്ക് എന്തൊക്കെയോ ഒരു വലിയ ഭാരം കേട്ട് മനസ്സിൽ വെച്ചതുപോലെ തോന്നും. ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉണ്ടോ ഇല്ലയോ? എന്താ പറയാൻ ഉണ്ട്? യെസ്, ഓക്കെ. അപ്പൊ ഉണ്ടാകും അല്ലെ? അപ്പൊ ആ ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ ഇറ്റ് ഈസ് ടു അവോയ്ഡ് ഓർ ടു ഡിവോയ്ഡ് ദിസ് ബിറ്റർനെസ്, ഇങ്ങനെയുള്ള ചില വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിയമങ്ങൾ കൊണ്ടുവരും. അപ്പൊ കൊണ്ടുവരുമ്പോ നമുക്കത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുമ്പോ ഇതൊരു മേജർ ഇഷ്യൂ ആണ്. അപ്പൊ ഇത്തരം മേജർ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യണം? ഒരു പ്രത്യേക ഒരു നിയമം അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. മാനേജേഴ്സ് ഹാവ് ടു ഫോളോ ദിസ് റൂൾ. ഈ ഒരു റൂൾ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു റൂൾ ഫോർമുലേറ്റ് ചെയ്തത് ഡഗ്ലസ് MC ഗ്രിഗർ ആണ് കേട്ടോ. അദ്ദേഹം പറയുന്നു, ഡഗ്ലസ് MC ഗ്രിഗർ പറയുന്നത് the managers have to follow such a rule. എന്ത് റൂളാണ്? റെഡ് ഹോട്ട് സ്റ്റൗ റൂളാണ്. ഈ ഒരു റൂൾ ഫോളോ ചെയ്യണം ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോ. അപ്പൊ ഇതിനകത്ത് ഈ ഡഗ്ലസ് MC ഗ്രിഗർ പറയുന്നത് പുള്ളിക്കാരൻ ഒരു റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു കോറിലേഷൻ ആണ് പറയുന്നത്. ഒരു റെഡ് ഹോട്ട് സ്റ്റൗ,
അല്ല ചൂട് പിടിച്ച് പഴുത്തിരിക്കുന്ന ഒരു സ്റ്റവ്, അതും ആക്ട് ഓഫ് ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ചില റൂൾസ്, ചില ഗൈഡ് ലൈനുകൾ മാനേജേഴ്സ് ഡിസിപ്ലിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഈ റെഡ് ഹോട്ട് സ്റ്റവ് റൂള് കൊണ്ടുപോകണമെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നാണ് പറയുക. ആ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ റെഡ് ഹോട്ട് സ്റ്റവ് റൂള് കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഈ പ്രിൻസിപ്പിൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടി വ്യക്തമാക്കാൻ. എന്തുകൊണ്ടാണ് ഈ ഇൻഡിസിപ്ലിൻ പ്രവർത്തിനെ അതുപോലെ തന്നെ ഹോട്ട് സ്റ്റവിനെ കൂടി തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്, MC ഗ്രിഗർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമാകാൻ വേണ്ടി ലെറ്റ്സ് ഗോ ത്രൂ ദ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസിലൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് നോക്കിയത്? ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ പ്രകാരം ഡഗ്ലസ് MC ഗ്രിഗർ പറയാണ്, എന്താണ്, ഇഫ് എനി എംപ്ലോയി ഡു എനി മിസ്കോണ്ടക്ട് ഓർ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ വയലേറ്റ് എനി റൂൾ, ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ തെറ്റാൽ, മിസ്ബിഹേവ് ചെയ്താൽ, എന്തെങ്കിലും മിസ്കോണ്ടക്ടുകൾ ഏതെങ്കിലും പേഴ്സണൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. എങ്ങനെ? അതിനാണ് താരതമ്യം കൊടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ്, അതായത് നമുക്കറിയാം, ഒരു ചുട്ടുപഴുത്തിരിക്കുന്ന സ്റ്റവില് നമ്മൾ പോയി കൈ കൊണ്ട് തൊട്ടാൽ തീർച്ചയായിട്ടും കൈ കൊള്ളോ? നമ്മളിപ്പോ ചുട്ടുപഴുത്തിരിക്കുന്ന അടുപ്പിൽ നന്നായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നേരത്തേക്ക് അത് ഓഫാക്കി, പക്ഷെ എങ്കിലും ആ ബർണർ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുകയാണ് റെഡായിട്ട്, അതിലേക്ക് നമ്മൾ കൈ കൊണ്ട് മുട്ടിക്കൊന്നുമില്ല, കാരണം മുട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൊള്ളലേൽക്കും. പക്ഷെ നമ്മൾ മുട്ടാൻ പോകുന്നത് വരെ നമ്മൾ എത്തും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പൊള്ളും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കും. അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന പെട്ടെന്ന് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. ചൂടുള്ള സാധനം പൊള്ളുന്ന് പറഞ്ഞ് ആ ബ്രെയിൻ അപ്പൊ തന്നെ കൈയുടെ തുമ്പത്തിലേക്ക്, വിരലിന്റെ തുമ്പിലേക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൈ വലിക്കും. ഇതൊക്കെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നടക്കുന്ന ആക്ടിവിറ്റിയാണ്. പോകുന്നത് ബ്രെയിനിലേക്ക്, അവിടുന്ന് ഇൻഫോർമേഷൻ കയ്യിലേക്ക് വരുന്നത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മളത് ചെയ്യാണ്. അല്ലെ? ഇപ്പൊ റോഡിൽ കൂടി നമ്മൾ നടന്നു പോകുന്നു, റോഡിനെ നടക്കുമ്പോൾ നടന്നു പോവുകയാണ്. വെഹിക്കിൾസ് ഓൺ ദ റോഡ്. റോഡിലൊരു വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി തന്നെ വെഹിക്കിൾ കംസ് അക്രോസ്, നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് കാണുമ്പോൾ ഒബിയസ്ലി നമ്മുടെ മിഡിലിന്റെ ഏകദേശം നടത്തിയപ്പോൾ നടക്കാറുണ്ട്, കാരണം വാഹനം ഇല്ലാത്തതുകൊണ്ട്. അതായത് വാഹനം വരുന്നത് കാണുമ്പോൾ പതിയെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സൈഡിലേക്ക് നമ്മൾ നീങ്ങും. ആ നീങ്ങണം എന്നുള്ള ഇൻഫർമേഷൻ ആരോ കൊടുക്കുക? ബ്രെയിൻ കൊടുക്കുകയാണ്. പക്ഷേ അത് ബോധപൂർവമുള്ള, അതായത് ബുദ്ധിക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, ഫിസിക്കലി മെന്റലി ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ആ ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടും. എന്ത് ചെയ്യും? പെട്ടെന്ന് സൈഡിലേക്ക് നീങ്ങുന്നത് നമ്മൾ അത് ചെയ്യും. അതേസമയം അത്രയ്ക്കും മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ, ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് വയ്യാത്ത കുട്ടികളൊക്കെ, അവരുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും. ചിലപ്പോൾ ആ ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ഇവിടേക്ക് എത്താനുള്ള ആ ഒരു സ്പീഡ് അത്രയും കൂടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ മാറില്ല അവിടെ നിന്ന്. അപ്പൊ ആരെങ്കിലും കൂടെയെങ്കിൽ അവരാണ് പിടിച്ച് മാറ്റുക. അല്ലെ? അങ്ങനെയൊക്കെയല്ലേ ചെയ്യാം. കൊച്ചുകുട്ടികളെ നമ്മൾ തീരത്തേക്കൊക്കെ അതുങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ആകർഷണത്വമാണ്. തീരത്തേക്കൊക്കെ ഇങ്ങനെ വേഗം പോകും, നമ്മളാണ് പിടിച്ച് വലിക്കുക. അത് തീയാണ്, കാണുമ്പോൾ നല്ല ഭംഗി, അങ്ങനെ ഫ്ലെയിം ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കണാണ്. അല്ലെ? അപ്പൊ ഇവിടെ എല്ലാ മനുഷ്യർക്കും അറിയാം, നമ്മളൊരു ഹോട്ട് സ്റ്റവില് തൊട്ടാല് നമുക്ക് അത് പൊള്ളുമെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. ഒരു എന്താ പറയാ, കോമൺ സെൻസ് ഒക്കെ ഉള്ള ഇച്ചിരി ചെറു വലുതാവുമ്പോൾ തുടങ്ങി അറിയാൻ പറ്റും, കുട്ടികൾക്കാണെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് ഏതെങ്കിലും ഒരു ഇൻഡിസിപ്ലിൻ, ഒരു മിസ്കോണ്ടക്ട് ചെയ്യാൻ പോകുന്ന എംപ്ലോയിക്ക് they should be bothered about the disciplinary policy or actions which will be taken against that employee. ഇതുപോലെയാണ് ഇൻഡിസിപ്ലിൻ പ്രവൃത്തി ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന്. ഒരു ഇൻഡിസിപ്ലിൻ പ്രവൃത്തി ചെയ്യാൻ പോകുന്ന ആൾക്ക് പെട്ടെന്ന് ആ ഒരു ബോധ്യം വരും. എന്ത്? ഇത് എങ്ങാനും ഞാൻ ചെയ്താൽ ഇത് എഗെയിൻസ്റ്റ് റൂൾ ആണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ നിയമത്തിന് വിരുദ്ധമാണ്, ഇത് ഞാൻ ചെയ്താൽ ഇതെനിക്ക് പൊള്ളും. എങ്ങനെ പൊള്ളും? തീ കൊണ്ട് കുത്താനോ? അല്ല, ഇതിനനുസരിച്ച് നമുക്ക് ശിക്ഷ കിട്ടും. ആ ശിക്ഷയാണ് ഇവിടെ പൊള്ളല്. മനസ്സിലായോ? അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ് അവർക്ക് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു ബോധ്യം അവർക്ക് വരും, ഇത് ചെയ്യാൻ പാടില്ല, ഇത് അരുതാത്തതാണ്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ, റൂളിന് അഗെയിൻസ്റ്റ് ആണ് എന്ന് അവർക്കൊരു ബോധ്യം വന്ന് അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു മിസ്കണ്ടക്ട് ചെയ്യാനുള്ള പ്രവണത അവർ ഇല്ലാണ്ടാക്കും. അതുപോലെ അപ്പൊ നമ്മൾ തൊടാൻ വേണ്ടി ചെല്ലുന്നു, പക്ഷെ പൊള്ളുമെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ കൈ പിൻവലിക്കുന്നു. ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ അതാണ്. മനസ്സിലായോ? സാധാരണ ആ ലിറ്ററൽ മീനിങ് പോലെ തന്നെയാണ് എന്ത്? ഒരു ഹോട്ട് സ്റ്റൗമ തൊടുമ്പോ പൊള്ളും എന്നുള്ളത് സാധാരണ ഏത് മനുഷ്യനും അറിയാവുന്നത് പോലെ ഏതെങ്കിലും ഒരു മിസ്കണ്ടക്ട് ചെയ്താൽ
അതിന് എഗെയിൻസ്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം എംപ്ലോയീസിനെ അതിൽ നിന്ന് പിൻവാങ്ങാൻ അല്ലെങ്കിൽ പിന്മാറാനായിട്ട് പ്രേരിപ്പിക്കും. മനസ്സിലാക്കുന്നത് നോക്ക്. ആൻഡ് ആ ഒരു പാരഗ്രാഫ് മൊത്തം ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മൊത്തം സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ്. വാർണിംഗ് ഒരു മുന്നറിയിപ്പാണ്. കണ്ടോ, ഇപ്പൊ നമുക്കറിയാം ഒരു റെഡ് ഹോട്ട് സ്റ്റൗമെ പോയി തട്ടാൻ അത് നമുക്ക് ചൂടുണ്ട് പൊള്ളും നമുക്കറിയാം, ഒരു വാർണിംഗ് ആണല്ലോ. പിന്നെ 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 നമ്മൾ അങ്ങനെയൊക്കെ പോവില്ല, ചൂട് പിടിക്കുന്ന സമയത്തേക്ക് പോവില്ല. കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും അറിയാത്ത പിള്ളേർക്ക് ചൊറിയും പറയാം എന്നുള്ളൊരു ഇതുണ്ട് അല്ലെ. അതൊക്കെ കൊള്ളുന്ന കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അതിന്റെ ഫീലിംഗ് കിട്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും അതിന്റെ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ വൺസ് അതിന്റെ ചൂട് അല്ലെങ്കിൽ അത് ഒരു പ്രാവശ്യം ആ കുട്ടിക്ക് ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിന് മനസ്സിലായ പിന്നെ അതിന് പേടിയായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ അല്ലെ. അപ്പൊ അതൊരു വാണിംഗ് ആണ്, ഇത് ചൂടുള്ളതാണ്, അതിനടുത്ത് പോകാൻ പാടില്ല, അത് തൊടാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ എവറി എംപ്ലോയി ഷുഡ് ബി അവെയർ ഓഫ് ദ പണിഷ്മെന്റ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതൊരു വാണിംഗ് ആണ്. എന്തിനെ കുറിച്ചുള്ള വാണിംഗ്? പണിഷ്മെന്റ്. എല്ലാ എംപ്ലോയീസിനും അതനുസരിച്ച് ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്ക് ഇതിന് കിട്ടുന്ന ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ, റൂൾസ് ലംഘിച്ചാൽ നമുക്ക് അതിന് പണിഷ്മെന്റ് ഉണ്ടാകുന്നുള്ള ഒരു ബോധ്യം അതുപോലെ എല്ലാ എംപ്ലോയീസിനും ഉണ്ടാകും. ദാറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. അതുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. ഇവിടെ റെക്കോർഡ് സ്റ്റൗർ കൊണ്ടുവരുന്ന വാർണിംഗ് ആണ് കേട്ടോ. ഇത് തൊട്ടാൽ കൊള്ളും, അത് വാർണിംഗ് ആണ്. അതുപോലെ ഇന്ന പ്രവൃത്തി മിസ്കോണ്ടക്ട് ചെയ്താൽ അത് പണിഷ്മെന്റ് കിട്ടും, അത് ഒരു വാർണിംഗ് ആണ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ഫുള്ള് മനസ്സിലായില്ലേ? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താ? വ്യക്തിപരം അല്ലെ. ഇംപേഴ്സണാലിറ്റി അപ്പൊ എന്തായിരിക്കും? ഇത് വ്യക്തിപരമല്ലാത്ത രീതിയിൽ അല്ലെ. ഇതിനകത്ത് പറയുന്നത് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പ്രകാരം പറയുന്നു, ആര് തൊട്ടാലും സ്റ്റൗവിന് അറിയില്ല ഇതാരാണ്, ഇതെന്റെ വേണ്ടപ്പെട്ട ആളാണോ, അയ്യോ ഈ വീട്ടിലെ വേണ്ടപ്പെട്ട എപ്പോഴും ഉപയോഗിക്കുന്ന വീട്ടമ്മയാണ്, അതുകൊണ്ട് അതിന്റെ കൈ കൊള്ളിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇടയ്ക്ക് വല്ല കഴിക്കാനൊക്കെ വേണ്ടി മാത്രം വലുതായി കയറി വരുന്ന ആളാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഒരു പൊള്ളൽ കൊടുക്കാം എന്ന് ഒന്നും സ്റ്റൗ വിചാരിക്കില്ല. സ്റ്റൗവില് ചുട്ടുപഴുത്തിരിക്കുകയാണെങ്കിൽ അത് ആര് ചെന്ന് തൊട്ടാലും അത് നമ്മളെ കൊള്ളിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണിഷ്മെന്റ്. ഏതിന്റെ കാര്യത്തില്? മിസ്കോണ്ടക്റ്റിന്റെ കാര്യത്തിൽ. അവിടെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രഡ്ജും ആരും എംപ്ലോയീസ് തമ്മിൽ ഇല്ല. എല്ലാ എംപ്ലോയീസ് ആർ ഓൾ ഈക്വൽ. എല്ലാ എംപ്ലോയീസും ഒരുപോലെയാണ്. അപ്പൊ മാനേജ്മെന്റ് ഷുഡ് ഷോ ഈക്വൽ ലെവൽ ഓഫ് ജഡ്ജ്മെന്റ്. എല്ലാവരും ഒരുപോലെ കാണും, എല്ലാവരും ഒരുപോലെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്. ഇവൻ തെറ്റ് ചെയ്ത് അവനോട് കാണിക്കുന്ന, അവൻ എന്ത് ആക്ഷൻ ആണോ അവനെതിരെടുത്ത്, അതുപോലെ തന്നെയാണോ വേറൊരാളും അത്തരം തെറ്റുകൾ ചെയ്താൽ അവനോടും കാണിക്കുന്നത് അല്ലെ. ഒരേപോലെയുള്ള തെറ്റുകൾക്ക് ഒരേപോലെയുള്ള പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ആണ് എടുക്കണ്ടേ. അല്ലാണ്ട് ഈ ആളെ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാ അതുകൊണ്ട് ഇയാളോട് വേണ്ട കുഴപ്പമില്ല അങ്ങോട്ടൊക്കെ പറയട്ടോ ഇന്ന രീതിയാണ് അവരോട് അങ്ങനെ. മറ്റൊരാള് അതേ തെറ്റുകൾ തന്നെ വേറൊരാൾ ചെയ്തപ്പോ ആൾക്ക് ഭയങ്കരമായ ശിക്ഷ അനുഭവിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദ ഫെയർ. അത് ശരിയാണോ? അങ്ങനെ ചെയ്യുന്നത്? മാനേജ്മെന്റ് എല്ലാവരെയും ഈക്വൽ ആയിട്ട് ആണ് എല്ലാവരുടെയും തെറ്റുകളെ ജഡ്ജ് ചെയ്യേണ്ടത്, മിസ്കോണ്ടക്റ്റിന്റെ. സോ അതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. അവിടെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സിനോ റിലേഷൻസിനോ ദർ ഈസ് നോ എന്താ പറയാ വാല്യൂ ഇല്ല. ഓക്കെ, മനസ്സിലായി നോക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി സെന്റൻസുകൾ മുഴുവൻ അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ട് മുകളിൽ പറഞ്ഞു എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താ പറയാ ഡിസിപ്ലിനറി ആക്ഷൻ പ്രകാരം റെക്കോർഡ് സ്റ്റൗ റൂളിനെ കോറിലേറ്റ് ചെയ്തതാണ് എല്ലാവരും പറയുന്നത്. ആദ്യം തൊട്ടാലും അവരുടെ വിരലുകൾ എന്ത് ചെയ്യും? കൊള്ളും. ആരാണെന്നൊന്നും നോക്കൂല. അവിടെ നേരത്തെ ഇപ്പൊ എന്താ പറയാ സ്വന്തക്കാരാണോ ബന്ധുക്കാരാണോ അടുക്കളയിൽ കയറി വന്നേക്കണേ ഇപ്പൊ തുറന്നേ, അതുകൊണ്ട് ഭയങ്കര പ്രിയപ്പെട്ടവരാണെങ്കിൽ കൊള്ളിക്കണ്ട, മറ്റവർ വന്നാൽ മാത്രം പൊള്ളിച്ചാൽ മതി എന്ന് വിചാരിക്കില്ല അല്ലെ. എല്ലാവരും ഈക്വലാണ്.
ഇവിടെ റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ ഷുഡ് ബി കൺസിസ്റ്റന്റ് ഫോർ എവറി എംപ്ലോയി. എല്ലാ എംപ്ലോയീസിനും കൺസിസ്റ്റന്റ് ആകുന്ന രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ആണ് എടുക്കേണ്ടത്. സോ മാനേജേഴ്സ് വൈൽ ഇമ്പോസിംഗ് പണിഷ്മെന്റ്, അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികളൊക്കെ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഷുഡ് ടേക്ക് റിഗാർഡ്ലെസ്, അതായത് ആർക്കും ഒരു പരിഗണനയില്ല, വെദർ മെയിൽ ഓർ ഫീമെയിൽ, അങ്ങനെ ഒരു പരിഗണനയില്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും പരിഗണിക്കാതെ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ പറയുക. മനസ്സിലായോ? നാലാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ക്ലിയർ ആണോ? നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ജഡ്ജ് ചെയ്യുക. അതേപോലെ ഇവിടെ വീണ്ടും ഒന്നുകൂടി എടുത്ത് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നു, മെയിൽ ഫീമെയിൽ എന്നുള്ള വേരിയേഷൻ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള എന്താ പറയാ പണിഷ്മെന്റുകൾ ഇമ്പോസ് ചെയ്യാൻ മാനേജ്മെന്റ്. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻഡിസിപ്ലിൻ, ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്? ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കുറെ സ്റ്റെപ്സ് ഉണ്ട്. സോ നമുക്ക് അതിലേക്ക് പോകാം. എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ, അല്ലെങ്കിൽ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ? ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാലും ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. It is the systematic approach used by an employer to manage the indiscipline of employees at work. ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയീസ് ചെയ്യുന്ന ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സമീപനം, ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വിളിക്കുക. ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയീസ് ഏതെങ്കിലും തരത്തില് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറിയാൽ അവർക്കെതിരെ മാനേജ്മെന്റ് ഏത് രീതിയിലുള്ള സമീപനമാണ് എടുക്കുന്നത്? അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം. ആ സമീപനത്തെ നമ്മൾ ഇതിന്റെ പേരാണ് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുക. ഓക്കെ, അതിനകത്ത് ആ ഡിസിപ്ലിനറി ആക്ഷന്റെ എല്ലാം ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ പ്രസന്റേഷൻ, അതിന്റെ ഡോക്യുമെന്റേഷൻസ്, അതിന്റെ വാർണിംഗ്, ഇനി ഡിസിപ്ലിനറി ഇന്റർവ്യൂസ്, അതായത് ഡിസിപ്ലിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യും. പിന്നെ അതിന്റെ ടൈം ഡ്യൂറേഷൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആരെങ്കിലും പെരുമാറി കഴിഞ്ഞാൽ അതിനെതിരെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ അന്വേഷിക്കണം. ഇപ്പൊ ഞാൻ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കണം, അല്ലെ? അപ്പൊ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയം, അതിനു വേണ്ടി എടുക്കുന്ന സമയം അല്ലെ, ഡ്യൂറേഷൻ, പിന്നെ അവരുടെ അപ്പീൽ പോകാൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കത് ഉറപ്പാണ്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഗോ ഫോർ ആൻ അപ്പീൽ പോകാം. അങ്ങനെ വേണ്ടിയിട്ട് ഇതെല്ലാം ഈ പറയുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ, presentation and documentation of warnings, representation of disciplinary interviews, and duration for investigation, and also right of appeal. Here are your and disciplinary procedure. രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സെന്റൻസ് ഉള്ളൂ, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയറിന് മൈക്കിൾ ജെ ജൂസിയസ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് the steps taken on disobedience in order to and remove reasons of such disobedience. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു എന്താ പറയുക ഡിസൊബീഡിയൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തെ ഡിസൊബീഡിയന്റ് ചെയ്യുക, അതായത് ബഹുമാനിക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കുക, മാത്രമല്ല അത്തരം അനുസരണക്കേടിനെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. ഇതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? എന്ത് ഡിസിപ്ലിനറി ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്, അതിനെ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള തടസ്സങ്ങൾ, അതിന്റെ ഇതൊക്കെ റീസൺസ് ഒക്കെ മാറ്റാനുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്സ്, അതിനുവേണ്ടി അതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വിളിക്കുക. According to
മൈക്കൽ ജെ ജൂസിയസ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ആ ഒരു ഡെഫിനിഷനും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയറിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഇത് ഒറ്റയടിക്ക് ഡിസിപ്ലിനറി പ്രൊസീജിയർ ഒക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ. അതായത് ആദ്യം തന്നെ ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരിൽ ഏതെങ്കിലും മിസ്കോണ്ടക്ട് രേഖപ്പെടുത്തിയാൽ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇന്ന റൂൾസ് അവർ തെറ്റിച്ചു എന്ന് ഒരു എന്തെങ്കിലും കണ്ടെത്തിയാൽ, അത് മാനേജ്മെന്റ് നേരിട്ട് കണ്ടെത്തിയതാകാം, മറ്റ് ജോലിക്കാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാകാം, വേണ്ടി ഏത് രീതിയിലാണെങ്കിലും അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഞാനിപ്പോ എന്തെങ്കിലും ഇൻഡിസിപ്ലിനായി ബിഹേവ് ചെയ്തു, ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും റൂൾ തെറ്റിച്ചു എന്ന് അറിഞ്ഞു, മാനേജ്മെന്റ് അറിഞ്ഞു, സോ പെട്ടെന്ന് വന്നിട്ട് എന്നെ അങ്ങോട്ട് എനിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ശിക്ഷ എനിക്ക് തരികയാണ്, ഡിസ്മിസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇത്ര മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യല്ലേ ചെയ്യണേ. ഇവിടെ പറയുന്നത് നോ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് അങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല. എവിടം വരെ? until they confirm that the misconduct is done by the employee. എംപ്ലോയി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തുന്നത് വരെ അങ്ങനെ ഒരു കാര്യം അത് കണ്ടെത്തണം. അത് വല്ലവരും പറഞ്ഞിട്ട് കേട്ടിട്ട് ഓടിപ്പോയിട്ട് എന്താ പറയാ ചെന്നിട്ട് നടപടി സ്വീകരിക്കുകയല്ല, അവരത് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തുന്നത് വരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അവർക്കെതിരെ എടുക്കാൻ പാടില്ല. അപ്പൊ അതെങ്ങനെയാ കണ്ടെത്തുക? ഫോർ ദാറ്റ് പർപ്പസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രാഥമിക അന്വേഷണം അതിനുവേണ്ടി തയ്യാറാക്കണം. ഈ പ്രാഥമിക അന്വേഷണം, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓഫീസറിനെ, ഒരു ജോലിക്കാരനെ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ റെഡിയാക്കണം, അല്ലെങ്കിൽ അതിനെ അപ്പോയിന്റ് ചെയ്യണം. സോ ഈ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് എന്താണ് അവർ എയിം ചെയ്യുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു എംപ്ലോയി വെദർ ഹി ഓർ ഷീ ഹാഡ് ദ വയലേറ്റഡ് ദ റൂൾ, അവരുടെ റൂൾസോ റെഗുലേഷൻസ് എന്തെങ്കിലും അവരത് തെറ്റിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നും മാത്രമല്ല the severity of that violation, ആ ഇത്തരം ലംഘനം എത്രത്തോളം തീവ്രതയേറിയതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആരെ കൊണ്ട് നടത്തിപ്പിക്കണം? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ കൊണ്ട് നടത്തിപ്പിക്കണം. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ആൾക്കെതിരെ ആരിൽ നിന്നാണ് ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട് ഉണ്ടായി അറിഞ്ഞ് അങ്ങനെ ഉള്ളവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കി ആൾക്ക് വേണ്ടി കൊടുക്കാതെ, നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ തെറ്റ് അല്ലെങ്കിൽ ലംഘനം ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ചാർജ് ഷീറ്റ് ആണ് എന്നുള്ളതൊക്കെ എഴുതി തയ്യാറാക്കി ഒരു വാണിംഗ് പോലെ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. മനസ്സിലായോ? ഇനി അത് മാത്രമല്ല, എപ്പോ വേണമെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻസും എടുക്കാനുള്ള അധികാരമുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക്. അപ്പോൾ ഇതാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. ഏതിലെ? ഡിസിപ്ലിനറി പ്രൊസീജിയർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ ആയോ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായോ? അതില് ഒന്നാമത്തെ സെന്റൻസ് അങ്ങനെ അണ്ടർലൈൻ ചെയ്യണം. Then മൂന്നാമത്തെ സെന്റൻസ്, the main aim of preliminary investigation is to confirm whether violation has been conducted or not and what is the severity of that violation. അതും അണ്ടർലൈൻ ചെയ്യണം. അതിനുശേഷം ഏതെങ്കിലും തരത്തില് ആള് കുറ്റക്കാരിയാണ് കണ്ടെത്തിയാൽ അതിന്റെ തീവ്രത എത്രത്തോളം ഗൗരവമേറിയ തെറ്റാണ്, ലംഘനമാണ് ചെയ്തേക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഏത് രീതിയിലാണ് മേജർ കേസസ് ഒക്കെ ആണെങ്കിൽ വലിയ റൂൾസ് ഒക്കെ ലംഘിച്ചേക്കാണെങ്കിൽ ചിലപ്പോൾ ടെർമിനേഷനിലേക്ക് വരെ പോകും. അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരിലേക്കൊക്കെ എത്തിപ്പോകും കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആളുടെ ചുമതല കടമ നിർവഹിക്കേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോയിന്റിലെ ഒന്നാമത്തെ മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു, പിന്നെ നാലാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലാസ്റ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് സിവിയറിറ്റി ദ വയലേഷൻ, the investigating officer can either warn or give a charge sheet to the accused of the violation is made.
മൈനർ ആണെങ്കിൽ ചെയ്തിരിക്കുന്ന ലംഘനങ്ങൾ വളരെ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം. അതേസമയം സ്ട്രിക്റ്റ് ആക്ഷൻസ്, ഭയങ്കര കടുത്ത തീരുമാനങ്ങളും ഇതൊക്കെ ആക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വയലേഷൻസ്, തെറ്റിച്ചിരിക്കുന്ന ലംഘിച്ചിരിക്കുന്ന റൂൾസ് വളരെ മേജർ ആയിരിക്കും. എന്നാൽ മാത്രമേ ടെർമിനേഷനിലേക്കൊക്കെ പോകുള്ളൂ. കുഞ്ഞു കുഞ്ഞു തെറ്റാണെങ്കിലും ചെറിയ ചെറിയ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ഇങ്ങനൊരു ഇത് നിങ്ങളുടെ പേരിലുണ്ട് എന്നുള്ളത് അവരെ അറിയിച്ച് അവരുടെ ഒരു വാണിംഗ് ഒക്കെ കൊടുക്കും. ക്ലിയർ ആയോ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായ എല്ലാവർക്കും? ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിലെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഉണ്ടെന്നില്ലല്ലോ? ആ, മനസ്സിലായി. ഓക്കെ, ഞാൻ ഇത്ര വരെ നിർത്താണ്. അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എന്താ പറയാ, എന്തെങ്കിലും മെസ്സേജ് വന്നോ നിങ്ങൾക്ക്? മെസ്സേജ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും? അറിയുന്നത് എച്ചാറിന്റെ ഇതിനകത്ത് 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത് കേട്ടോ. 5+1 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 6 മൊഡ്യൂൾസിൽ നമ്മള് ഫസ്റ്റും സെക്കൻഡും തേർഡും ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു മോഡൽ എക്സാം നടത്താറുണ്ട്. 1, 2, 3 ചാപ്റ്റേഴ്സ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവില്ല, ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം ലെങ്തി ചാപ്റ്റർ, ഭയങ്കര വലുതാണ് ആ ചാപ്റ്റർ. അപ്പൊ അത് എടുക്കുന്നിടത്തോളം വരെ, എത്രയാണ് എടുത്തത് അവിടെ വരെയും. ബാക്കി 1, 3 ചാപ്റ്റേഴ്സ് ഫുൾ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടൊരു എക്സാം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഡേറ്റ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. 6th of January ആണ് അല്ലെ, 6-ാം തീയതിയാണ്. അതായത് ചൊവ്വാഴ്ചയാണ്. അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർഡ് ആകുക. ഇനി മാത്രമല്ല ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നിട്ടോ ചോദിച്ചു വരുമൊക്കെ തന്നെ. നാളെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്ലാസ്സിലായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ട് അല്ലെ. 4 ക്ലാസ് മിസ്സായിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ബാക്കി 4 ദിവസം നമുക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല. മറ്റേത് ഈ ആഴ്ചയല്ല, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അത് നോക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നാളെ 10:30 10:30 ഒരു ക്ലാസ്, 1 മണിക്കൂറിന്റെ ഒരു ക്ലാസ് ഉണ്ട്. നമുക്ക് മിസ്സായ ക്ലാസ്സുകളെ കുറച്ചൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോഴുമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ മെസ്സേജ് വന്നോ? അതന്നെ. ഓക്കെ, അപ്പൊ നാളെ 10:30 തന്നെയല്ലേ വന്നേക്കണേ വൈഷ്ണ? 10:30 തന്നെയാണോ? 10:30 തന്നെയാണോ? അതെ, രമ്യ മിസ്സിന്റെ ക്ലാസ് ആണ്. രമ്യ മിസ്സിന്റെ പോർഷൻ ആണ് കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതാണ് എന്റെ ഇത്. ഇപ്പൊ ഈ ചാപ്റ്റർ നമ്മളിപ്പോ സ്റ്റെപ്സ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ റൂൾസും സേഫ്റ്റിയും ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ റൂൾസ് ആണ്. റൂൾസ് ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാതെ പഠിക്കാനൊന്നുമില്ല. കാണാതെ പഠിക്കാനല്ല, ഓരോ റൂൾസും ഉണ്ട്. ഒരു 4 ക്ലാസ് എന്തായാലും വേണം. എന്നാലും ഒന്നല്ല ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. അതുകൂടി ഞാൻ കൺഫേം ചെയ്യാണ്. ഏതാണ്? 4ാമത്തെ ചാപ്റ്റർ, ടാലന്റ് മാനേജ്മെന്റ് അല്ലെ. അതാരും എടുത്തിട്ടില്ലല്ലോ. ചാപ്റ്റർ അവിടെ പെൻഡിങ് കിടക്കണില്ലേ? അവിടെ കിടക്കണ്ട്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ അല്ല, അതവിടെ കിടക്കണ്ട. ആരും എടുത്തിട്ടില്ലാത്ത ചാപ്റ്റർ ആണ്. ആണോ? ഒന്ന് കൺഫേം ചെയ്യോ നിങ്ങള്? ഉണ്ട്. അതായത് 1 എടുത്തു, 2 രമ്യ മിസ് എടുത്തോണ്ടിരിക്കുന്നു, 2 മാത്രമാണ്. 3 ഞാൻ എടുത്തു, 4 ഈ ട്രെയിനിങ് ഞാൻ തരുന്നതാണ്. ആരും എടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. 5 സോളി മിസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്, അതും കുറെ ഉണ്ട്. തീരാറായോന്ന് എനിക്കറിയില്ല. തീരാറായിട്ടുണ്ടോ? 6ാമത്തെയാണ് എന്റെ ചാപ്റ്റർ, അതാണ് ഗ്രീവാൻസ്. 4 അവിടെ കിടക്കുന്നുണ്ട്. അത് ആദ്യം ആരാണോ തീരുന്നത് അതനുസരിച്ച് എടുക്കും. ഓക്കെ, രമ്യ മിസ്സിന്റെ എന്തായാലും തീരാൻ പോണില്ല. പക്ഷെ നമ്മളുടെ ഇതിൽ 2 പേരിൽ ആരെങ്കിലും ആരാണോ തീരുന്നത് അതനുസരിച്ചായിരിക്കും. 5th ചാപ്റ്റർ തീരാറായോ? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ, ഒന്ന് പറയൂ. 5ാമത്തെ ചാപ്റ്റർ ഏകദേശം എന്തോരായി? 5th ചാപ്റ്റർ ഒരു ഹാഫ് പാർട്ടായോ? ഒരു പകുതി ഭാഗമായോ? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പകുതി ഭാഗമായോ? നമുക്ക് ആ നോട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഏകദേശം പകുതിയായോ എന്ന്. പകുതിയായിട്ടില്ല, ഏകദേശം.
ഓക്കെ, എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അത്ര വലിപ്പമില്ല അതിന്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് ആരാ തരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോളും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് കൺഫേം ചെയ്താണ്. നാലാമത്തെ ചാപ്റ്റർ അവിടെ ആരും തൊടാതെ കിടക്കുന്നുണ്ടെന്ന് നൂല് ഉറപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ ടെൻഷനൊന്നും ആവണ്ട. ഈ നാളെ ടീച്ചർ എടുക്കാനുള്ള ഭാഗത്തിന്റെ കുറച്ച് ഭാഗം, അപ്പൊ ഒരു ക്ലാസ് ശനിയാഴ്ച നമ്മൾ എക്സ്ട്രാ ചോദിച്ചു വാങ്ങിച്ച് എടുത്തതാണ്. ടീച്ചറിന്റെ കുറച്ച് കൂടുതൽ പോർഷൻസും ഉള്ളതുകൊണ്ടേ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് പറ്റാവുന്നിടത്തോളം തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ കുണ്ടി തള്ളി ഉടങ്ങി വരെ. അപ്പൊ അത്തരം കൂടുതലും തള്ളലൊക്കെ കുറെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്ന അതേ ആ ഒരു ഫ്രീക്വൻസിയിലാണ് പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അറ്റത്ത് അതുപോലെ ഒറ്റ പിടിച്ചോലെ ഓടേണ്ടി വരും, അത് പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നാളെ പറ്റാവുന്ന എല്ലാവരും തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പറ്റാവുന്ന എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ഒരു 8 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. 8 ഇല്ല, 7 ഉള്ളൂ. 7 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അവര് ബാക്കിയുള്ളവരോട് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. ക്ലാസ് ഉണ്ടെന്നുള്ളതും 10:30 അറിയിക്കുക. ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. പഠിക്കാൻ വേണ്ടി ഏതായാലും നമ്മൾ നിരക്കിട്ട് ഇറങ്ങിയില്ലേ, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് എങ്കിലും കണ്ടിട്ടുണ്ടാവണം. ആവട്ടെ അല്ലെ? അപ്പൊ ഓക്കെ, അപ്പൊ സി യു അടുത്ത ദിവസങ്ങൾ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.